ഞങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഞങ്ങൾക്ക് ഊർജ്ജ കരാറുകളുണ്ട്. അത് ഞങ്ങൾ മാനിക്കും. മറ്റാരും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ചൈന. ചൈനീസ് കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുമെന്നും മേഖലയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുങ് വ്യക്തമാക്കി. ഇറാനുമായുള്ള വ്യാപാര ഊർജ്ജ കരാറുകൾ ചൈന തുടരുമെന്നും തങ്ങളുടെ കപ്പലുകൾ മേഖലയിൽ തുടർന്നും സർവീസ് നടത്തുമെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 40%, LNG ആവശ്യത്തിന്റെ 30% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നീക്കം ചൈനയുടെ സാമ്പത്തിക സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഈ നീക്കത്തിൽ അമേരിക്ക ഒറ്റപ്പെടുകയാണോ? നാറ്റോ സഖ്യകക്ഷികൾ പോലും ട്രംപിനെ കൈവിട്ടിരിക്കുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും ഉപരോധത്തെ പിന്തുണയ്ക്കുന്നില്ല. സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം മാത്രമേ സൈന്യത്തെ അയക്കൂ എന്ന് ഫ്രാൻസ് നിലപാടെടുത്തപ്പോൾ ഉപരോധത്തിലില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. സഖ്യം വിടുമെന്ന ട്രംപിന്റെ ഭീഷണി പോലും ഈ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല. US-ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് ഉപരോധം. ഇതുണ്ടാക്കിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനവധിയാണ്. ഹോർമുസ് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപ്. ആ ട്രംപ് തന്നെയാണ് ഇപ്പോൾ കടലിടുക്ക് അടച്ചിരിക്കുന്നത്. എണ്ണ വിറ്റ് പണം നേടാൻ ഇറാനെ അനുവദിക്കില്ലെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹോർമുസിലൂടെ പോകുന്ന കപ്പലൊന്നിന് $20 ലക്ഷം വീതം ഈടാക്കാനുള്ള പദ്ധതി ഇറാൻ മുന്നോട്ട് വെച്ചതോടെയായിരുന്നു ഈ നീക്കം. ഇറാന്റെ നീക്കം സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്ന് ട്രംപ് വാദിച്ചിരുന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെ രാജ്യഭേദമില്ലാതെ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി നിരവധി F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഹോർമുസിൽ വൻ സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഇറാനുമായി നടത്തിയ നിർണായക ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കടൽ മാർഗങ്ങൾ അമേരിക്കൻ നാവികസേന ഉപരോധിക്കുമെന്ന് US പ്രഖ്യാപിച്ചത്. ഇറാന്റെ കപ്പലുകൾ അടുത്തെത്തിയാൽ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് ഉപരോധിച്ചാൽ ഗൾഫ് തുറമുഖങ്ങളിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. അമേരിക്കൻ ഉപരോധത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ ഹോർമുസ് അടച്ചെങ്കിലും ഇന്ത്യ, ചൈന, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇറാന്റെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെയും കടത്തിവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ US-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ യുദ്ധത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ്. എന്നാൽ ഇത്തവണ ലോകത്തിലെ വൻ ശക്തികൾ അമേരിക്കയെ വളരെ പ്രത്യക്ഷമായി തന്നെ എതിർക്കുന്നുണ്ട്.